കുമളിയിൽ നിന്നും കമ്പത്തേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിലാണ് ഞാൻ. ബസ്സിപ്പോൾ ഗൂഡല്ലൂർ കഴിഞ്ഞ് കമ്പത്തോട് അടുക്കാറായിരിക്കുന്നു. കുമളിയിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്ററാണ് കമ്പത്തേക്കുള്ളത്. തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ കുറേ സുന്ദര കാഴ്ചകൾ, തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പണ്ടൊന്നും നമ്മൾ ഈ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളൊന്നും അല്ല ഇപ്പോൾ. അതേപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒട്ടേറെ കൃഷി സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ചോളവും നമ്മുടെ ഒട്ടുമാവും അതേപോലെയുള്ള നാനാതരത്തിലുള്ള കൃഷിയിടങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മൾ യാത്ര ചെയ്യുന്ന കാലങ്ങളിലെല്ലാം തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ഒരു പ്രത്യേക ഒരു വൈബ്രേഷനായിരുന്നു നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇതേപോലെയുള്ള നിർമ്മിതികൾ ഇന്നത്തെ കാലത്ത് തമിഴ്നാട്ടിൽ അധികമായി കാണുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ വന്നതിനുള്ള ഒരു പ്രധാന മാറ്റങ്ങളിലൊന്ന്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ റോഡ് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വലിയ അധിക ദൂരത്തല്ലാതെ ചെറിയ ചെറിയ കവലകൾ ഒക്കെ രൂപപ്പെട്ടു വരുന്നു. ഇതേപോലെ പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ കാണുന്നു. അതേപോലെ പുതിയ രീതികളിലുള്ള വിദ്യാലയങ്ങളും അവരുടെയൊക്കെ സ്കൂൾ ബസ്സുകളും, ഇതൊക്കെ നമ്മൾ ഈ കടന്നു പോകുന്ന കാഴ്ചകളിലിപ്പോൾ തമിഴ്നാട്ടിന് വന്നിരിക്കുന്ന ഭയങ്കര വലിയ മാറ്റങ്ങളിലൊന്നു തന്നെയാണ്. അതേപോലെ ഒരു ചെറിയ ടൗണാണെങ്കിൽ പോലും കമ്പം ടൗണിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പത്തെ കാഴ്ചകൾ ഒക്കെയാണ് പുതിയ കാലത്തെ കാഴ്ചകൾ. കമ്പം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലത്തിന് മുകളിലായി ഞാൻ ഈ കമ്പം സൈഡിലേക്ക് വന്നിട്ട്. പക്ഷെ അന്നൊന്നും ഇത്രയ്ക്കൊന്നും ഒരു വികസനം, ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അധികവും പഴയ കാലത്തെ കെട്ടിടങ്ങളും പഴയ കാലത്തെ റോഡും ഒക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും എനിക്ക് അല്പം ഭക്ഷണം കഴിക്കാനായിരുന്നു. ഞാനവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു. ഇവിടെയൊന്നും സാധാരണ വലിയ വെജിറ്റേറിയൻ ഹോട്ടലൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരിക്കലും ഭക്ഷണം കഴിക്കുന്ന ഇതിൽ പോകുന്ന വഴിക്ക് നമ്മൾ വല്ലപ്പോഴും ഇറങ്ങിയാലായി അത്രേ ഉള്ളൂ. പക്ഷേ ആ തെരുവുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എത്രയാണെന്ന് നോക്കുക. നല്ല വീതിയുള്ള തെരുവുകൾ, അതായത് വേണമെങ്കിൽ ഒരു 4 ലൈൻ ആക്കുന്നതിന് വരെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ അത്ര വലുതായിട്ടാണ് ഈ തെരുവുകൾ ഇപ്പോൾ പുതിയ കാലത്തേക്ക് ഓരോ മുനിസിപ്പാലിറ്റിയും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശരിക്കും പുറകിലാന്ന് പറയാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ ഏകദേശം 11:30-12 മണിയോട് അടുക്കുന്ന സമയം. സാധാരണ നമ്മുടെ കേരളത്തിലെ ചെറിയ ഒരു ടൗണിലാണെങ്കിൽ പോലും പല ജംഗ്ഷനുകളിലും വലുതായിട്ടുള്ള ബ്ലോക്കുകൾ ചില സമയത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ കുറച്ച് ടൗണുകളിൽ മാത്രമാണ് ഇപ്പോൾ അതുപോലെയുള്ള ബ്ലോക്കുകൾ എനിക്ക് കാണാൻ കഴിയുന്നത്. എല്ലായിടവും നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ പോലെ തന്നെ വളരെ തിരക്കുറവാണ്. ഏതായാലും ഞാൻ ആദ്യം കണ്ട അന്നപൂർണ എന്നൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ കയറി ഞാൻ ഒരു പൊങ്കൽ ആണ് കഴിച്ചത്. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. സാധാരണ ഇതിന് കടന്നു പോകുമ്പോൾ ഇത്രയും നല്ല ഹോട്ടലൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഏതായാലും ടൗണിലൂടെ കുറച്ച് നടന്ന് ഞാൻ കമ്പത്തിൻ്റെ കാഴ്ചകളിലേക്ക് വളരെ കുറച്ചേ ഇതുവരെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം ഈ ടൗണിലൂടെ
ടൗണിലെ കാഴ്ചകൾ കണ്ട് നടക്കാമെന്നാണ് എൻ്റെ തീരുമാനം. കാരണം നമ്മൾ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടെങ്കിൽ മാത്രമാണ് ഒരു വണ്ടിയിലിരുന്നുകൊണ്ടോ ഒരു ബസ്സിലിരുന്നോ കാഴ്ചകൾ പകർത്തുകയോ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്താൽ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഓരോ സെക്കൻഡിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചകളായിരിക്കും. പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ നഗരഭാഗത്തിൻ്റെ ഒരു ഹൃദയത്തുടിപ്പുകൾ ശരിക്കും നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഏതായാലും എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ കേരളത്തിലാണെങ്കിൽ വലുതായിട്ടുള്ള തിരക്കുകൾ വരുന്ന ജംഗ്ഷനാണ്. അതൊക്കെ കൃത്യമായിട്ട് വൺ വേ എല്ലാം പാലിച്ച് വൺ വേ സംവിധാനങ്ങൾ ഒരുക്കി വളരെ നിസ്സാര തരത്തിൽ എന്നാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെ സമയം പോകാതെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ഞാനേതായാലും ഒന്ന് കറങ്ങി ഇപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ള യാത്രയിലാണ്. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ഇനിയിപ്പോൾ തേനിയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള ആ ബസ് സ്റ്റാൻഡിലേക്കുള്ള കാഴ്ചകൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. കടകളിലൊന്നും വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടൗണുകളിലും വളരെ കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനുമായിട്ട് സാധിക്കുന്നുള്ളൂ. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ കണക്ക് കൂട്ടിയതിനേക്കാളും കുറച്ച് സമയം കൂടുതലായിരിക്കുന്നു. അതിനാൽ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വേഗം നടക്കുക.